പ്രധാനമായിട്ടും നമുക്ക് 4 സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാമിലി പാത്തോളജി സ്കെയിൽ എന്ന് പറയുന്നത്. മറ്റ് സ്കെയിലുകളും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ പ്രാക്ടിക്കലിന് പോകുന്ന സമയത്ത് 4 സാധനങ്ങൾ കയ്യിൽ വെക്കണമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് നിങ്ങളെ ഹാൾ ടിക്കറ്റാണ്. ഹാൾ ടിക്കറ്റ് നിങ്ങളെ കഴിഞ്ഞ എക്സാം എഴുതിയ സമയത്ത്, അതായത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് അപ്ലൈ ചെയ്ത ഹാൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് കയ്യിൽ വെക്കുക. പിന്നെ ID കാർഡ് കയ്യിൽ വെക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ലാമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, സെക്കൻഡ് ഇയറിലും ആവശ്യപ്പെടുന്നതാണല്ലോ. പിന്നെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് നിങ്ങളെ റെക്കോർഡ് ബുക്കാണ്. അത് ഫെയർ റെക്കോർഡ് ബുക്ക് തന്നെ വേണം. റഫ് റെക്കോർഡ് ഓൾറെഡി സാറ് സൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഫെയർ റെക്കോർഡ് വേണം. പിന്നെ സബ്ജക്റ്റിനെയും കൊണ്ടുപോകാം. ഓക്കെ, അതാണ് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എക്സാമിന് ജനറലി ഏത് എക്സാം ചോദിക്കുകയാണെങ്കിൽ, ഏത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് കമ്പൽസറിയാണ്. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലോട്ട്, സാധാരണഗതിയിൽ ലോട്ട് എടുക്കുകയാണ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് 4 സൈക്കോമെട്രിക് ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നറുക്കെടുത്തു, അപ്പോൾ നിങ്ങൾക്ക് 16 PF ആണ് കിട്ടിയെന്ന് കരുതുക, അല്ലെങ്കിൽ മെമ്മറി ടെസ്റ്റാണ് കിട്ടിയെന്ന് കരുതുക, അല്ലെങ്കിൽ ഫാമിലി പാത്തോളജിയോ വിൻലാൻഡ് സ്കെയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ റിപ്പോർട്ടായിട്ട് എഴുതണം. ആദ്യം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ അലോട്ട് ചെയ്യും. നിങ്ങൾ കൊണ്ടുപോയ ആൾ തന്നെ ആവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ട് വരിക. അപ്പോൾ അത് ചിലപ്പോൾ അവർ അലോട്ട് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. എനിക്ക് തോന്നുന്നു 65 കുട്ടികളൊക്കെ ഒന്നിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചൊരു വലിയ ടഫോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പെട്ടെന്ന് അവർ എക്സാം തീർത്ത് തരാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ സബ്ജക്റ്റിന് ഓൾറെഡി നിങ്ങൾക്ക് തരും. സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അത് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവരെ നിങ്ങൾ വിടുമല്ലോ, അവരെ തിരിച്ചയക്കും. എന്നിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതേണ്ടി വരും. റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 4 എണ്ണത്തിലും വരുന്ന സ്റ്റെപ്സാണ്. ടൈറ്റിൽ ഉണ്ടായിരിക്കും, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ റിക്വയർഡ്, പാർട്ടിസിപ്പൻ്റിൻ്റെ പ്രൊഫൈല്, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു പോകേണ്ട കാര്യമാണ്. അതിൽ വരുന്നതാണ് പ്രിപ്പറേഷന്, എങ്ങനെയാണ് പ്രിപ്പറേഷന്, റാപ്പോ, ഇൻസ്ട്രക്ഷൻസ്, പ്രിക്വേഷൻസ്, അങ്ങനെ ഓരോന്ന് നിങ്ങൾ നോക്കി വെക്കുക. ലാസ്റ്റ് ഏറ്റവും അവസാനം ഇൻസ്ട്രുമെൻ്റ് വരും. അതുപോലെ തന്നെ പിന്നെ സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഡിസ്കഷനും കൺക്ലൂഷനും വരും. ഇത് നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഈ സ്റ്റെപ്സ് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫാമിലി പാത്തോളജി സ്കെയിലിലേക്ക് തന്നെ പോവാം. ഫാമിലി പാത്തോളജി സ്കെയിൽ എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ ഷോർട്ടായിട്ട് എങ്ങനെ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യും എന്ന് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത്. ഫാമിലി പാത്തോളജി സ്കെയിലിലേക്ക് നമുക്ക് പോവാം. ഫാമിലി പാത്തോളജി സ്കെയിൽ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി സ്റ്റെപ്പ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, സ്കോറിങ്ങും അതുപോലെ ഇൻ്റർപ്രിട്ടേഷനും. സ്കോറിങ് എങ്ങനെയാണ് വരുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ചോദ്യങ്ങളാണ് തരിക. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഏകദേശം 42 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 42 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മലയാളത്തിൽ ഉണ്ടാവില്ല, ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. അതിൻ്റെ ഒരു മലയാളം വേർഷൻ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന് 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? 3 ഓപ്ഷനിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉണ്ടാവുക? മോസ്റ്റ് ഓഫൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒക്കേഷണലി ഉണ്ടാവും, നെവർ ഉണ്ടായിരിക്കും. ഈ 3 ഓപ്ഷനും ഓരോ പോയിൻ്റ് വീതമുണ്ട്.
മോസ്റ്റ് ഓഫൺ എന്നാണ് ഒരാൾ ടിക്ക് ചെയ്യുന്നതെങ്കിൽ 3 പോയിൻ്റ് കൊടുക്കണം. ഒക്കേഷണലി ആണെങ്കിൽ 2 പോയിൻ്റ് കൊടുക്കണം. നെവർ ആണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ ഈ നമ്മൾ ഒരാൾ എന്ത് ചെയ്യാണ്, ഒന്നിൽ മോസ്റ്റ് ഓഫൺ കൊടുത്തു, മറ്റേതിൽ ഒക്കേഷണലി കൊടുത്തു, മറ്റൊന്നിൽ നെവർ കൊടുത്തു എന്ന് എഴുതാം. അപ്പോൾ ഈ നമ്മളിത് ടോട്ടൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ഓരോ ടിക്കുകളുടെയും മാർക്ക് ടോട്ടൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫൺ കൊടുത്ത ആൾക്ക് ഇവിടെ 3 വെച്ച് ആഡ് ചെയ്യണം, ഇവിടെ 2 ആയിരിക്കണം, ഇവിടെ 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ എങ്ങനെ ആഡ് ചെയ്യുക? 3 + 2 + 1. അങ്ങനെ ഓരോന്ന് ഈ 42 എണ്ണം ടോട്ടൽ ചെയ്യണം. 42 എണ്ണം ടോട്ടൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. സാധാരണ കിട്ടുക നമുക്ക് വാല്യൂ 42ൻ്റെയും 63ൻ്റെയും ഇടയിലായിരിക്കും സാധാരണഗതിയിൽ നമുക്കൊരു വാല്യൂ കിട്ടാറുള്ളത്. ആ കിട്ടുന്ന വാല്യൂ ഇതാ താഴെ കണ്ടല്ലോ, ഇതിങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ വരക്കണം. ഇതിന് സ്കോർ ടേബിൾ എന്ന് പറയും. ഓക്കെ, ഈ സ്കോർ ടേബിളിൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ പേര്, ജെൻഡർ, ഏജ്, എഡ്യൂക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, പിന്നെ സ്കോർ ഇവിടെ എഴുതാം. അത് ഇൻ്റർപ്രിട്ടേഷൻ ഇവിടെ എഴുതാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളൊരാൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 3-4 മണിക്കൂറൊക്കെ നീണ്ടു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ സാധാരണഗതിയിൽ ഇത് ഫാമിലി പാത്തോളജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലായതുകൊണ്ട് തന്നെ ഇതിലുള്ള മോസ്റ്റ് ഓഫൺ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫാമിലി പാത്തോളജി ഉണ്ട് എന്നായിരിക്കും അതിൻ്റെ ജനറൽ അർത്ഥം വരിക. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒക്കേഷണലി വന്നു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ലെവൽ ഫാമിലി പാത്തോളജി ഇഷ്യൂ ഉണ്ട് എന്നായിരിക്കും അർത്ഥം. നെവർ എന്നായിരിക്കും സാധാരണഗതിയിൽ ആളുകൾ റിപ്ലൈ തരിക. ഓക്കെ, അപ്പോൾ ഭൂരിഭാഗം ചോദ്യങ്ങളുടെയും ആൻസർ നെവർ ആയിരിക്കും. ഒന്നോ രണ്ടോ ഒക്കേഷണലി ഉണ്ടായിരിക്കാം, ബാക്കിയുള്ളതൊക്കെ നെവർ ആയിരിക്കും വരിക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യത്തിനും ഇത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒന്നിങ്ങനെ ടിക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ ഓരോന്നും ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാത്തിലും നെവർ കൊടുക്കുകയാണെങ്കിൽ നെവർ വെച്ച് എല്ലാത്തിനും കൊടുത്തു എന്ന് കരുതാം. അപ്പോൾ ടോട്ടൽ എല്ലാം നെവർ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 42 ആയിരിക്കും അല്ലേ? കാരണം 42 ചോദ്യങ്ങൾക്ക് ഓക്കെ ഈ 42 ചോദ്യങ്ങൾക്കും നമ്മൾ നെവർ എന്നാണ് ആൻസർ കിട്ടുന്നത് എങ്കിൽ നമ്മുടെ ടോട്ടൽ വാല്യൂ വരിക, ടോട്ടൽ ആൻസർ വരിക 42 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആൻസർ ഞാൻ ജസ്റ്റ് 42 എടുക്കുകയാണ്. ഓക്കെ, 42. ഈ 42 എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് നിങ്ങൾ ഓരോ ചോദ്യവും എന്ത് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള സബ്ജക്റ്റിനോട് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ കുട്ടിയെ വിളിച്ചു വരുത്തും, എന്നാൽ അവൾ വന്ന ഉടൻ തന്നെ തിരിച്ചയക്കും. എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയാറില്ല. അത് ഒരു ഫാമിലി പാത്തോളജി ഉള്ള ഒരു ഫാമിലിയിൽ ആണെങ്കിൽ എന്തുണ്ടാവും, ഇടക്കിടക്ക് അത് സംഭവിക്കാറുണ്ട്. അല്ല, ഇനി നോർമൽ ഫാമിലി ആണെങ്കിൽ അത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും എടുത്തു നോക്കൂ നിങ്ങൾ. ഇപ്പം 3ാമത്തെ ചോദ്യം എടുക്കുകയാണ്, കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എന്നെയും എൻ്റെ പെരുമാറ്റത്തെയും കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. മറ്റുള്ള ആൾക്കാരെക്കുറിച്ചും മറ്റുള്ള ആൾക്കാരുടെ ചിന്തയെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നത് ഒരു ഫാമിലി പാത്തോളജിക്കൽ ഇഷ്യൂ ആണ്. നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ആൾക്കാരെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ അത് നെവറാണ് വരിക. ഇനി കുറച്ച് മുന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, കുറച്ച് താഴത്തേക്ക് ചോദ്യം എടുക്കുകയാണെങ്കിൽ 15ാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, 15ാമത്തത്, എൻ്റെ മക്കളെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് ഏതാനും മണിക്കൂർ പോലും ഞാൻ അയക്കാറില്ല. അപ്പോൾ അതും എന്താണ്, മറ്റുള്ള ആളുകളെ സംശയിക്കുന്ന രീതിയിലുള്ളൊരു ബിഹേവിയറും എന്താണ്, ഫാമിലി പാത്തോളജിക്കൽ ഇഷ്യൂ ഉള്ള ബിഹേവിയറാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നെവറാണ് കൊടുക്കുക. സൗണ്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇവിടെ എന്താണ് നമുക്ക് ഇതിനോട് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ 3 ഓപ്ഷനിൽ മോസ്റ്റ് ഓഫൺ കൂടുതൽ വരികയാണെങ്കിൽ ഫാമിലി പാത്തോളജി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒക്കേഷണലി ഉണ്ടെങ്കിൽ ചെറിയ ഒരു ഫാമിലി പാത്തോളജിയും, നെവർ ആണെങ്കിൽ തീരെ ഫാമിലി പാത്തോളജി ഇല്ല എന്ന ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമ്മളെ മുന്നിൽ വരിക. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ബേസിൽ
നമ്മൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെ മുന്നിൽ വരുന്ന ആൾക്ക് വലിയ ഫാമിലി ഇഷ്യൂസൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരായിരിക്കും. ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഫാമിലി പാത്തോളജി ഉള്ളത് കൊണ്ടാണ് ഡോക്ടറെ അടുത്തേക്ക്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഫാമിലി പാത്തോളജിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ജനറലായിട്ട്. നമ്മളങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഭൂരിഭാഗം ചോദ്യങ്ങളും നെവർ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിയിട്ട്, അത് നിങ്ങൾ അങ്ങനെ എത്തണ്ട, നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക, എന്നിട്ട് കൺക്ലൂഷൻ കിട്ടുന്ന വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ ടോട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് മോസ്റ്റ് ഓഫൺ എത്ര ഉണ്ട്, ഒക്കേഷണലി എത്ര ഉണ്ട്, നെവർ എത്ര ഉണ്ട്. മോസ്റ്റ് ഓഫൺ ആണെങ്കിൽ 3 എന്നും ഒക്കേഷണലി ആണെങ്കിൽ 2 എന്നും നെവർ ആണെങ്കിൽ 1 എന്നും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ടോട്ടൽ ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ എടുക്കുന്നത് എല്ലാം നെവർ ആയിട്ടാണ് ഒരാൾ പറഞ്ഞത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 42 നമ്മൾ എടുത്തു. എന്തുകൊണ്ടാണ് 42 എടുത്തത്? ആ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്യോ ഹലീമ? ഓക്കെ, അപ്പോൾ ടോട്ടൽ 47 ആയിട്ട് നമ്മൾ എടുത്തു. 47 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? ഈ ടേബിൾ നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ടേബിളാണ്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്ജക്റ്റിനെ നമ്മൾ തിരിച്ചയക്കുക. എന്നിട്ട് നമ്മൾ സ്കോർ എഴുതാം. 42 ആണ് സ്കോർ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 43 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 60 കിട്ടിയേക്കാം. 60 ലെവൽ മാക്സിമം കിട്ടിയേക്കാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ 60 കിട്ടിയെന്ന് കരുതാം. അപ്പോൾ 60 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ കാറ്റഗറി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ കാറ്റഗറി വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 60 ആണ് കിട്ടിയതെങ്കിൽ ഏറ്റവും സാധാരണഗതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് ഈ ലോ ഫാമിലി പാത്തോളജിയാണ്. മോഡറേറ്റും ഹൈയും നമ്മളെ മുമ്പിൽ വരാൻ സാധ്യത വളരെ കുറവാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ 42 നമുക്ക് കിട്ടി, അല്ലെങ്കിൽ 60 കിട്ടി. 63യുടെ താഴെ ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ വരിക? ലോ ഫാമിലി പാത്തോളജി എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്തായിട്ട് നമ്മൾ വരും? നമുക്ക് ഈ ടേബിൾ എന്ത് എഴുതണം? സ്കോർ ടേബിൾ ലാസ്റ്റ് നമ്മൾ എഴുതാം ലോ അല്ലെങ്കിൽ നോ ഫാമിലി പാത്തോളജി എന്ന് എഴുതിയിട്ട് ബാക്കി നമ്മൾ സ്റ്റെപ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ സ്റ്റെപ്സ് അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ ഫാമിലി പാത്തോളജി സ്കെയിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫാമിലി പാത്തോളജി സ്കെയിൽ ഒന്നും കൂടെ പറയാം. നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം ഫാമിലി പാത്തോളജി സ്കെയിൽ ഓർത്തെടുത്താൽ മതി. ബാക്കി ജനറലാണ്. ജനറൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നേരത്തെ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് പറഞ്ഞില്ലേ, ഈ സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ എഴുതിയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടല്ലോ, ടൈറ്റിൽ, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തീസിസ്, ഇൻട്രൊഡക്ഷൻ, അത് ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ 2 കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫാമിലി പാത്തോളജി സ്കെയിൽ കംപ്ലീറ്റ് ആവും. അതേതൊക്കെയാണ്? ഒന്ന് സ്കോറിംഗ് ആണ്, മറ്റൊന്ന് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം, 42 ചോദ്യങ്ങളും 3 ഓപ്ഷനും തരും. അതിൽ മോസ്റ്റ് ഓഫൺ എന്ന് പറഞ്ഞ ഒരാൾ ടിക്ക് ചെയ്തതിന് 3 മാർക്ക് കൊടുക്കണം. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ 2 മാർക്ക് കൊടുക്കണം. നെവർ എന്ന് പറഞ്ഞാൽ 1 മാർക്കും കൊടുക്കണം. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് അത് നമ്മൾ ടോട്ടൽ ചെയ്യാം. ഓരോരുത്തർക്കും കിട്ടിയ ടോട്ടൽ മാർക്കുകളെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വാല്യൂ, ഇപ്പോൾ ഇത് ടോട്ടൽ നമുക്ക് കിട്ടിയ വാല്യൂ 60 ആണ് അല്ലേ? 60 കിട്ടി. അപ്പോൾ 60 കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്കെയിലും ഓർത്തെടുക്കണം. സ്കെയിൽ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും എക്സാമിന് ആരും പറഞ്ഞു തരില്ല, ഇത് നമ്മൾ കാണാതെ പഠിച്ച് പോകണം. ഒരു 42ൻ്റെയും 63ൻ്റെ ഇടയിലാണെങ്കിൽ ലോ ഫാമിലി പാത്തോളജിയാണ്. 64ൻ്റെയും 93ൻ്റെ ഇടയിൽ മോഡറേറ്റ് ആണ്. 94ൻ്റെയും 126ൻ്റെ ഇടയിൽ ഹൈ ഫാമിലി പാത്തോളജിയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാനുള്ളത് ഈ ടേബിളാണ്. ഈ സ്കോറിംഗ് ടേബിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞല്ലോ, ഈ സ്റ്റെപ്സിൽ പറഞ്ഞ പോലെ ഡിസ്കഷനും കൺക്ലൂഷനും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായി? അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയാണ് ഫാമിലി പാത്തോളജി സ്കെയിലിൽ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മെമ്മറി ടെസ്റ്റാണ്. മെമ്മറി ടെസ്റ്റ് ഇതിനേക്കാളും എളുപ്പമാണ്.
വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്.